ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു റൂം ഡെക്കർ ചെയ്യാനായിട്ടാണ് പോകുന്നത്. നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ റൂം അലങ്കരിക്കാനായിട്ടുള്ളൊരു DIY ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അധികം സാധനങ്ങളൊന്നും വേണ്ട. ഒരു ചെറിയ കൊമ്പ്, ചാർട്ട് പേപ്പർ, അക്രിലിക് പെയിൻറ്റ്, പിന്നെ ത്രെഡ്, ഇത്രയും സാധനങ്ങൾ മതി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു കൊമ്പ് ഒന്ന് പെയിൻ്റ് അടിക്കണം. ഒരു വൈറ്റ് പെയിൻ്റ് അതിനടിക്കണം. അതിനുശേഷം അത് ഡ്രൈ ആവാൻ വെക്കുന്ന ടൈമിലേക്ക് നമുക്ക് ബട്ടർഫ്ലൈ ഉണ്ടാക്കണം. അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഔട്ട്ലൈൻ വെട്ടിയെടുക്കുന്നത് ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കയറി കണ്ടാൽ മതി. അപ്പോൾ ഞാനൊരു സാധാ പേപ്പറിൽ ഫോണിൽ നിന്ന് ഒരു സാധാ പേപ്പറിലേക്ക് ബട്ടർഫ്ലൈനെ ഞാൻ ട്രേസ് ചെയ്ത് വരച്ചതാണ്. അത് വെച്ചാണ് ഞാൻ ബട്ടർഫ്ലൈസിനെ വെട്ടിയെടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം. ഞാൻ 2 സൈസിലെ ബട്ടർഫ്ലൈസ് ആണ് ഞാൻ മൊത്തം വെട്ടിയെടുത്തിട്ടുള്ളത്. ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിട്ട്. അങ്ങനത്തെ ഇത്രയും പീസസ് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ത്രെഡ്, ഇത് സാധാ ഈ മെഷീനിൽ തയ്ക്കുന്ന ത്രെഡായിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ആ ഒരു ത്രെഡിൻ്റെ അടിഭാഗത്തായിട്ട് ആ ഒരു ബട്ടർഫ്ലൈനെ വെച്ചിട്ട് സെല്ലോ ടേപ്പ് വെച്ച് ആദ്യം അതിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ആ ഒരു ത്രെഡ് അതിൻ്റെ നടുക്ക് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആദ്യം ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഫെവിക്കോൾ വെച്ച് നടുക്കത്തെ ഭാഗത്ത് മാത്രം ഫെവിക്കോളും തേച്ച് കൊടുക്കണം. അതിന് ഫുള്ളായിട്ട് തേക്കുക നമ്മുടെ നടുക്കത്തെ ഭാഗം മാത്രം ഒന്ന് ഫെവിക്കോൾ തേച്ചാൽ മതി. അതിൻ്റെ പുറത്തേക്ക് വേറെ ബട്ടർഫ്ലൈനെ കൂടെ ഒട്ടിച്ച് വെക്കണം. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എല്ലായിടത്തും പക്ഷെ ഒട്ടിക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഭംഗി കാണത്തില്ല. അവസാനം അത് കിടക്കുന്ന കാണുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് നടുക്ക് മാത്രം പശ ഒട്ടിച്ചിട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് നേരെ നിൽക്കുകയും ചെയ്യും. പിന്നെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഓരോ ത്രെഡിൽ ഇത്ര ബട്ടർഫ്ലൈസ് അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ബട്ടർഫ്ലൈസിന് വെച്ച് കൊടുക്കാം. എൻ്റെ എക്സസൈസായിട്ട് വരുന്ന ആ ഒരു ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഒരു നമ്മൾ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന കൊമ്പിൽ ഇത് കെട്ടിക്കൊടുക്കണം. ഞാൻ ആ ഒരു പുറത്തേക്ക് നിൽക്കുന്ന ആ ഒരു കൊമ്പിലാണ് ഞാൻ കെട്ടുന്നത്. കാരണം കുറച്ച് ഒരു 3D എഫക്റ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അത് എന്നിട്ട് ഒരു കൊടുത്തിട്ട് ഫെവിക്കോൾ ഒന്ന് തൂത്ത് കൊടുത്തിട്ടേ ഉള്ളൂ. അത് നല്ല രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് നിന്നോളും. അല്ലാതെ ഈ ഒരു നൈസ് നൂലായതുകൊണ്ട് അത് കെട്ടിയാൽ വലിയ പ്രയോജനം കാണില്ല. അത് അയഞ്ഞു പോകും പെട്ടെന്ന്. അതിനാണ് ഒരു കുറച്ച് പശയാണെങ്കിൽ അത് ചുറ്റിയിട്ട് അതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അത് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ ഒരു DIYs ഒക്കെ നിങ്ങളും ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റയുടെ ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. അതിലേക്ക് അയച്ചാൽ മതി. എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സിമ്പിൾ DIY ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ ഈ ഒരു സിമ്പിൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ഓക്കെ, താങ്ക് യു.